നമസ്കാരം സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പശ്ചിമേഷ്യയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ ഇറാൻ, സിറിയ, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുറേ ഏരിയയാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ രാഷ്ട്രമാണ് സൗദി അറേബ്യ. ഇപ്പം നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായി നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഇസ്രയേലും നമ്മുടെ ഇറാൻ രാഷ്ട്രമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രയേലിൻ്റെ ഒരു ലൊക്കേഷൻ, ഇതിൻ്റെ ഭൗതികമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇസ്രയേലിൻ്റെ ലൊക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അതിന് കൂടുതലൊന്നും ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജെറുസലേം എവിടെയാണെന്ന് മനസ്സിലാവും, ലെബനൻ എവിടെയാണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് പോകുന്നതോടെ തുർക്കിയാണ് ആ സ്ഥലത്ത് വരുന്നത്. തുർക്കി വരുന്നുണ്ട്, അസർബൈജാൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സിറിയ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജോർജിയ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്ന പശ്ചിമേഷ്യയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. തുർക്കി, അസർബൈജാൻ, ജോർജിയ. തുർക്കിയുടെ തലസ്ഥാനമാണ് അങ്കാറ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഇതിൽ കാണാൻ കഴിയും. പിന്നീടാണ് നമ്മുടെ ഇറാൻ എന്നുള്ളത്. നോക്കുക, ഇറാൻ കാണാൻ കഴിയുന്നുണ്ട്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാഷ്ട്രമാണ് ഇറാനാണ് കൂടുതലും. സൗദി അറേബ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വലിയ രാഷ്ട്രം ഇറാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറാൻ കഴിഞ്ഞിട്ട് സൗദി അറേബ്യ കഴിഞ്ഞു യമൻ കാണാം, നമുക്ക് ഒമാൻ കാണാം. പിന്നെയാണ് നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇത്രയും ചെറിയ രാജ്യങ്ങളാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ ഖത്തർ എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര, നമുക്കറിയാം ഇത്ര ചെറിയ ഒരു സ്പേസാണ് അത് ഉൾക്കൊള്ളുന്നത്. ഖത്തർ, ബഹ്റൈൻ, മസ്കറ്റ്, ഒമാൻ, ദുബായ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേർഷ്യൻ ഗൾഫ്, തന്ത്രപ്രധാനമായ പേർഷ്യൻ ഗൾഫിനോട് ചേർന്നുള്ള സിറ്റികളാണ്. കുവൈറ്റ് സിറ്റി കണ്ടോ, ബഹ്റൈൻ, ഖത്തർ എന്നൊക്കെ പറയുന്ന UAE രാഷ്ട്രങ്ങൾ. അപ്പോൾ യമൻ, ഒമാൻ, സൗദി അറേബ്യ. അതിന് സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. അതിനോട് ചുറ്റപ്പെട്ടാണ് ഈ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറാഖുണ്ട്. അത് കഴിഞ്ഞിട്ട് സിറിയ ഉണ്ട്. സിറിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യ രാജ്യം. അപ്പോൾ ഈ വീഡിയോയിലും ഞാൻ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, നിർത്തുന്നു.